വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പല ആളുകളെയും സംസാരിച്ചിരുന്നു. ദുരന്ത നിവാരണ സേന ഇടുക്കിയിൽ പൂർണ്ണ പരാജയമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇത് വളരെ പ്രതിസന്ധിയാണ്. ക്രാക്ക് വീണപ്പോൾ മുതൽ മുഴുവൻ ആളുകളെയും ബന്ധപ്പെട്ടാണ്, ഒരു റെസ്പോൺസും ഉണ്ടായില്ല. ഇപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ഇപ്പോൾ ഈ രാഷ്ട്രീയയുടെ വർക്കുകളെടുക്കുക, ഇപ്പോൾ ഇതിലും കൂടുതൽ പ്രതിസന്ധി. 4 മണി മുതൽ ഞങ്ങൾ വന്നിരുന്ന ആളുകളെ കയ്യും കാലും പിടിച്ച് മാറ്റുകയാണ് ഇത്. പല ആളുകളെയും ബന്ധപ്പെട്ടു, ഒരു റെസ്പോൺസും ഉണ്ടായില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ആരൊക്കെയാണ് ബന്ധപ്പെട്ടത്? എല്ലാവരും, കളക്ടർ ഉൾപ്പെടെ എല്ലാവരും എൻ്റെ ഫോണിൽ കിടപ്പുണ്ടല്ലോ. ഞാൻ കളക്ടർ ഉൾപ്പെടെ, കളക്ടർ PS വിളിച്ചു. കളക്ടർ വിളിച്ചു. ദുരന്ത നിവാരണ സേന എന്ന് പറഞ്ഞ സംവിധാനം തന്നെ വൻ പരാജയമാണ്. ആ മേഡം എന്നോട് പറഞ്ഞത് നമ്മൾ അടിയന്തരമായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞ ഒരു സഹായം ഉണ്ടായില്ല. 25 കുടുംബങ്ങളെ ഞങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് താലൂക്ക് ഹൈസ്കൂളിൽ താമസിപ്പിച്ചിട്ടുണ്ട്. ഒരാളും വന്നില്ല. ആ റവന്യൂ ഉദ്യോഗസ്ഥൻ വില്ലേജ് ഓഫീസറും വന്നു എന്നല്ലാതെ ഒരു വനിതകൾ താമസിക്കും, ഒരു വനിതാ പോലീസ് നമ്മുടെ സൗകര്യത്തിലില്ല. ഞങ്ങൾ അവസാനം SP വിളിച്ചു, സാർ എടുത്തില്ല. DSP സാറിന് വിളിച്ചു, എടുത്തില്ല. പല CI സാറിന് വിളിച്ചപ്പോൾ ഒരു ലേഡി വനിതയുണ്ട്, അവിടെ 25 കുടുംബം താമസിക്കുക കുട്ടികളായിട്ട്. ഡോറില്ല, ലോക്കില്ല. അവിടെ ഒരു താമസിക്കാൻ അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടി നമുക്ക് വനിതാ പോലീസിനിട്ട് തന്നെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അവസാനം ഒരാളെ കൊണ്ടുവന്ന് ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് പോണ ആളെ കൊണ്ടുവരേണ്ട അവസ്ഥ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, പറയാൻ പറ്റാത്ത വാക്കുകളാണ്. 3 മണിക്കൂർ തടസ്സം നമുക്ക് ഒന്നറിയാം. നമ്മുടെ ഈ പ്രദേശം റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒന്നാമത് വണ്ടി കടന്നു വരാൻ സൗകര്യമില്ല. നമുക്ക് മേളിൽ നിങ്ങൾ പരിശോധിച്ചോന്നറിയില്ല. ഇന്ന് 3 ദിവസമായി ഈ ന്യൂസ് വരുന്നു. നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ തികച്ചും അനാസ്ഥ. 40 മുതൽ 50 വീട്ടുകാരെ അടിയന്തരമായിട്ട് മാറ്റണമെന്ന് പറഞ്ഞൊരു ഓർഡർ ഇറക്കുകയല്ലാതെ ഈ നിമിഷം വരെ അവർ ഒരു മര്യാദ കാണിച്ചു പോലുമില്ല. ഇത്രയും വലിയൊരു പ്രതിസന്ധി നടക്കുന്ന ഒരു വഴിയാണ്, ഇത്രയും വലിയ റോഡ് എടുക്കുന്നത്. നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ തികച്ച പരാജയമാണ് നമ്മളോട് സംബന്ധിച്ചത്. അവരൊരു പഞ്ചായത്തിലേക്ക് ഒരു കോപ്പി 2 അടിച്ച് പഞ്ചായത്തിലേക്ക് തന്നു. ഞങ്ങൾ ഇന്നലെ 3 ദിവസമായി ഞങ്ങൾ മെമ്പർമാർ, സിദ്ദീഖ് മെമ്പർ ഉൾപ്പെടെ വന്ന ആളുകൾ ഇവരെ മാറ്റിക്കൊണ്ട് നടക്കുക. ആരോടാണ് ഞങ്ങൾ പറയുക? ഇനിയും പ്രതിസന്ധിയാണ്. ADM പറയുന്നത് എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിരുന്നു. നോട്ടീസ് കൊടുത്തു എന്നുള്ളതൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ സംഭവമാണ്. ഞങ്ങളാണ് ഇവിടെ വന്നു വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ വന്ന് മുഴുവൻ ആളുകളെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചു. ചില ആളുകൾ, പ്രായമുള്ള ആളുകൾ തൊട്ടടുത്ത വീടുകളിലേക്ക് മാറ്റി. ബാക്കി മുഴുവൻ ആളുകളെ നമ്മൾ മാറ്റി. ഇവരെന്ത് ചെയ്യും? തൊട്ടടുത്ത തറവാട്ടിലേക്ക് മാറുമെന്ന് അറിയിച്ചു. ഒരു തറവാട്ടിലേക്ക് പോയി. അപ്പോൾ സേഫ്റ്റി ആണല്ലോ നമ്മളും വിചാരിച്ചു. പിന്നെ അവരിങ്ങോട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നില്ല. ഒരു മര്യാദ പോലും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ കാണിക്കാൻ തയ്യാറായില്ല എന്നാണ്. എത്ര ദിവസമായി എന്നറിയാമോ? ഞങ്ങൾ 3 ദിവസമായിട്ട് നിരന്തരം വിളിക്കുകയാണ്. ഇതിങ്ങനെ അശാസ്ത്രീയമായി എടുക്കരുത്, ഇത് വളരെ പ്രതിസന്ധിയാണ്. ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് ആകെ പ്രതിസന്ധി വന്നു. ഇന്നലെ കട്ട് ചെയ്തിട്ട് ഇന്നലെ ഇടിയും, ഇന്നലെ ക്രാക്ക് വന്നിട്ട് ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ പണിതു. എന്നിട്ട് പോലും അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇന്ന് ഉച്ചയും ഞങ്ങൾ പണിയാൻ ശ്രമിച്ചപ്പോഴാണ് ഭയങ്കര വിള്ളൽ വന്നത്. അത് കണ്ടപ്പോൾ ഉറപ്പായിട്ടും ആർക്ക് കണ്ടാലും സംശയമില്ലാതെ പറയാതെ ഇടിഞ്ഞു പോരുമെന്ന്. ഇന്ന് ഉച്ചയ്ക്കാണ് അത് വിട്ടത്. മറ്റ് ക്രാക്കുകളൊക്കെ ഇന്നലത്തെ വർക്കോടുകൂടി മാറിയിരുന്നു. ഇത് മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ക്രാക്ക്, വലിയ ക്രാക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായത്. ആ ക്രാക്ക് വന്നു കഴിഞ്ഞപ്പോൾ 4ഓളം വണ്ടികൾ ഇട്ടുകൊണ്ട് അടിയന്തരമായിട്ട് നമുക്ക് മാറ്റാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നടക്കാത്തൊരു സാഹചര്യം വന്നു. അവിടെ അത് വണ്ടി ഇട്ട് പണിയാണ്. അപ്പോൾ ഇരുട്ടായപ്പോൾ പിന്നെ നടക്കില്ല. അപ്പോൾ വണ്ടി ഞങ്ങൾ നൈറ്റ് പണിയാം എന്ന് കരുതിയാണ് ഇവരൊക്കെ മാറ്റിയത്. നിർബന്ധിച്ച് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ മാറ്റാൻ കാരണം നൈറ്റ് പണിയാം, അപ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി ആവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് അവിടെ വണ്ടി കയറാൻ കഴിയില്ല. ആ വണ്ടി ഓടിക്കുന്നവർക്ക് പോലും പേടിയായിരുന്നു. ഇല്ല, അതിനുള്ളൊരു സാഹചര്യം ആയിട്ടില്ല. ഇനിയും പ്രതിസന്ധികൾ നിലനിൽക്കുക. ഇനിയും മണ്ണിടിയാൻ ഉറപ്പായിട്ടും ഉണ്ടല്ലോ. വളരെ പ്രതിസന്ധിയാണ്. ഇനിയും മണ്ണിടിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. അടിയന്തരമായിട്ട് വളരെ ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിൽ ഇനിയും വ്യാപകമായ ബുദ്ധിമുട്ടുകൾ ഈ മേഖലയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും അടക്കം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയെങ്കിൽ പോലും ഈ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കിയപ്പോൾ ആവശ്യത്തിനുള്ള ക്രമീകരണം അവിടെ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഈ
പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരോപിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പരിക്കേറ്റവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം.